മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, പ്രഭാത വിരുന്നിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. നിരന്തരം ഒരു യുദ്ധത്തിലാണ് നാം. തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധം. ചിലർക്ക് തിന്മയിലെ യുദ്ധം തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ, നമുക്ക് അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവർ ഈ പ്രഭാതത്തിൽ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, ഈ ദിവസം ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അങ്ങനെ നിരാശപ്പെട്ടവരോ, അത് പ്രത്യാശയില്ലാത്തവരോ, ലക്ഷ്യമില്ലാത്തവരോ, എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരായിട്ടുള്ള ആയിരക്കണക്കിന് പേരുണ്ട്, ലക്ഷക്കണക്കിന് പേരുണ്ട്. നമുക്ക് അവരെയെല്ലാം ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ശാന്തമായി നിൽക്കാനായിട്ട് സാധിച്ചത്? അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനം നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം, വചനം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 11 തിരുവചനം 14 മുതൽ 23 വരെ. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ
കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. യേശുവും ബെൽസബൂലും പിശാചുകളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ട് യേശുവിന് എങ്ങനെയാണ് പിശാചുകളെ പുറത്താക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്താൻ സാധിക്കുക? ഇത് ഇന്നും ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ, അടയാളങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. ഇനി അതിൻ്റെ പുറകെ പോകുമ്പോൾ അതിനെ പരാമർശിക്കുന്നവർ, അതിലെ കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നവർ, ഇത് പിശാചിൻ്റെ തട്ടിപ്പാണ്, പിശാചാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന് പറഞ്ഞ് പലരെയും തിന്മയുടെ വശത്തേക്ക് നയിക്കുന്നവർ, തിന്മയുടെ പുറകെ, പ്രത്യേകിച്ച് പിശാചിൻ്റെയൊക്കെ പുറകെ പോകുന്നവരായിട്ടുള്ള വളരെയധികം പേര് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഒരു നിരന്തരമായ യുദ്ധമാണ്. ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയ്ക്കെതിരെയും വളരെയധികം പേര് ശക്തമായിട്ട് പ്രവർത്തിച്ചവരുണ്ട്. അതുകൊണ്ടാണല്ലോ ഈശോയ്ക്ക് കുരിശിൽ തറയ്ക്കപ്പെടേണ്ടി വരുന്നതും തൂങ്ങി മരിക്കേണ്ടി വന്നതും. എന്നാൽ അത് ദൈവഹിതമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും അത്രമാത്രം വേണമായിരുന്നോ എന്ന് പോലും ചിന്തിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. നമുക്കറിയാം, ക്രിസ്തു ഇത് സ്വീകരിക്കേണ്ടവൻ തന്നെയാണ്, നമുക്ക് വേണ്ടി മരിക്കേണ്ടവൻ തന്നെയാണ്. ഇത്രമാത്രം ക്രൂരമായ ഒരു വഴി വേണമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു ഉത്തരമല്ല. കാരണം അത് ദൈവഹിതമാണ്, പിതാവിൻ്റെ ഹിതമാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം നിരന്തരം ഒരു യുദ്ധത്തിലാണ്. നന്മയുടെയും തിന്മയുടെയും യുദ്ധമാണ് നടക്കുക. അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ ആത്മാവിൽ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കാണുന്ന ലോകത്തിൽ നടക്കുന്ന യുദ്ധം അത് ഇതുപോലെ ഏകദേശം തിന്മ വളരെയധികം പ്രസരിക്കുമ്പോൾ നന്മയെ എത്രമാത്രം നശിപ്പിക്കാൻ സാധിക്കുമോ അത്രമാത്രം നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ചാൽ, നാം എന്തിനാണ് ഇന്ന് പ്രോത്സാഹനം നൽകുന്നത്? ഏത് ശക്തി ജയിക്കാനാണ്? തിന്മയുടെ ശക്തി ജയിക്കാനായിട്ട് നാം പ്രോത്സാഹിപ്പിക്കണമെന്ന് പോലുമില്ല. നമ്മെ അത് പ്രോത്സാഹിപ്പിക്കും. എന്നാൽ നന്മയുടെ ശക്തി ജയിക്കണമെങ്കിൽ നാം അതിനായിട്ട് മുന്നിട്ട് ഇറങ്ങണം. നാം മുന്നിട്ടിറങ്ങുമ്പോൾ മാത്രമാണ് നമുക്കതിനുള്ള ശക്തി ലഭിക്കുക. നാം ചിന്തിക്കേണ്ടത്, ഇന്ന് ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ നന്മ ജയിക്കണോ തിന്മ ജയിക്കണോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. ആത്യന്തികമായി നാം ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, ഞാൻ എന്താണോ പ്രവർത്തിക്കുന്നത്, സംസാരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ അതായിരിക്കും സംഭവിക്കുന്നത്. ഞാൻ നന്മയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാവും. ഞാൻ തിന്മയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തിന്മയായിരിക്കും ഉണ്ടാവുക. ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ നാം നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക മാത്രമല്ല മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കണം എന്ന ചിന്തയോടെയാണ് ഞാൻ ഈ പ്രഭാതം ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ സഹായിക്കും. ഈശോ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്, അതിനാണ് നമുക്ക് ശക്തി തരുന്നത്, നമ്മെ സഹായിക്കുന്നത്. വിശുദ്ധരുടെ സാന്നിധ്യവും അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നാം ഓർക്കണം ഓരോ വിശുദ്ധരെയും, നമ്മുടെ തന്നെ വിശുദ്ധരെ തന്നെ ഓർത്താൽ മതി. അവരെത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയി. എന്തിനാണ്? നന്മ ജയിക്കാൻ വേണ്ടിയാണ്.
ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്കല്ല, ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിക്കാണ്, പരിശുദ്ധാത്മ ശക്തിക്കാണ് നാം വില നൽകേണ്ടതും അതിനാണ് നാം ശ്രമിക്കേണ്ടതും. അതുകൊണ്ടാണ് ഈശോ ഊമനായൊരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോഴാണ്, പുറത്താക്കുമ്പോഴാണ് ഈ സംസാരമെല്ലാം ഉണ്ടാകുന്നത്. ഊമൻ സംസാരിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, ഊമൻ സംസാരിക്കാതിരുന്നത് അവൻ്റെ ഉള്ളിൽ അശുദ്ധാത്മാവ് കയറിയത് കൊണ്ടാണ്. അപ്പോൾ അശുദ്ധാത്മാവ് സ്വതന്ത്രമായി കടന്നു പോകുമ്പോൾ മാത്രമാണ് ആ മനുഷ്യൻ്റെ ആത്മാവിന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അശുദ്ധാത്മാവ് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ ഊമരായി തീരുന്നില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നാം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ വരുമ്പോൾ നാം ഊമരായിട്ടിരിക്കുന്നവരുണ്ട്, മൗനമായിട്ടിരിക്കുന്നവർ. അതായത് നന്മ ചെയ്യേണ്ട സമയത്ത് നന്മ ചെയ്യാതെ, ആരെങ്കിലും തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയെ ചെറുക്കാതെ, അതിനെതിരെ സംസാരിക്കാതെ ഊമരായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന രാജ്യത്ത്, നാം ആയിരിക്കുന്ന സംസ്ഥാനത്ത് പോലും നാം എല്ലാം മൗനം പാലിക്കുക, നിശബ്ദരായിരിക്കുക, ശബ്ദിക്കേണ്ട സമയത്ത് സംസാരിക്കുന്നില്ല. തിന്മ അഴിഞ്ഞാടുമ്പോൾ ആ തിന്മയ്ക്കെതിരെ സംസാരിക്കാതെ ഊമരായിട്ടിരിക്കുന്നത് ആരാണ്? ഈ അശുദ്ധാത്മാവ് ബാധിച്ചവരാ. അശുദ്ധാത്മാവ് ബാധിച്ചവർക്ക് മാത്രമേ ഊമരായിട്ടിരിക്കാൻ പറ്റൂ. ആ അശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, എന്ന് നാം പുറത്താക്കുന്നുവോ, എന്ന് നാം ഈ തിന്മയ്ക്കെതിരെ സംസാരിക്കുന്നുവോ, എന്ന് നാം ഈ തിന്മയ്ക്കെതിരെ പോരാടുന്നുവോ, അന്നാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രവേശിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതും. പലപ്പോഴും വചനപ്രഘോഷണമൊക്കെ തടയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ചാനലുകൾ തടയപ്പെടുന്നില്ലേ? നന്മയിലേക്ക് നയിക്കുന്ന ചാനലുകൾ തടയപ്പെടുന്നുണ്ട്. തിന്മ എത്രമാത്രം അതിപ്രസരണം നടത്തുന്നുണ്ട്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, ആർക്കും പ്രശ്നമില്ല. രഹസ്യമായിട്ട് പലരും കാണുന്നില്ലേ ഈ അതിപ്രസരണത്തിൻ്റെ, ഈ തിന്മയുടെ ചാനലുകൾ? മോശമായ, ആർക്കും കാണാൻ കൊള്ളാത്ത എത്രയോ കാര്യങ്ങൾ, അത് കാണാനായിട്ട് ആകാംക്ഷയോടെ ആരും കാണാതെ കാണുന്നവർ എത്രയോ പേരാണുള്ളത്. എന്നെ കാണുന്നവർ കേൾക്കുന്നവർ പോലും ആ തിന്മയുടെ അതിപ്രസരണത്തിലായിരിക്കുന്നവരല്ല. അതിൽ നിന്നും വിടുതൽ ലഭിക്കണമെങ്കിൽ അശുദ്ധാത്മാവിനെ നമ്മിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നാമും നന്മയിലേക്ക് നയിക്കപ്പെടൂ. തിന്മയിൽ നിന്നും നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ലഭിക്കും. അത് ഈശോയോട് പ്രാർത്ഥിച്ചേ പറ്റൂ. അതാണ് ജാഗരൂകരായിരിക്കാനായിട്ട് കർത്താവ് പറയുന്നത്. അശുദ്ധാത്മാവിനെ നമ്മിൽ നിന്നും അകറ്റി ഓടിക്കണം. അതുകൊണ്ടാണ് അതിനുശേഷം വരുന്ന വചനം നമ്മുടെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട് അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നതിനെ കുറിച്ച്. ഇവിടെ അശുദ്ധാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വചനത്തിൽ പറയുന്നത് എന്താണ്? ഈ അശുദ്ധാത്മാവ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ 7 പിശാചുക്കളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തും. അതുകൊണ്ട് വചനപ്രഘോഷണം അത് ഒരിക്കൽ നടത്തിയെന്ന് കരുതി പിന്നെ നടത്താതിരിക്കരുത്. എന്തുകൊണ്ടാണ്? വചനത്തിൻ്റെ ആ ശക്തി നഷ്ടപ്പെടാതെ ഇത് വീണ്ടും വീണ്ടും പ്രഘോഷിച്ചുകൊണ്ട് തിന്മയെ ആട്ടി പുറത്താക്കിയില്ലെങ്കിൽ നന്മ ഒരിക്കലും വിജയിക്കില്ല, നന്മയിൽ വളരാൻ സാധിക്കില്ല. നമുക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഈ അടിമത്തത്തിൻ്റെ ഈ ചങ്ങലകൾ പൊട്ടിക്കണമെങ്കിൽ, പിശാചിൻ്റെ അടിമത്തത്തിൻ്റെ മൗനം നമ്മൾ വെടിയാതെ ഒരിക്കലും അതിന് സാധിക്കില്ല. മൗനം വെടിഞ്ഞ് ശബ്ദമായി, ദൈവത്തിൻ്റെ ശബ്ദമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും അതിനായിട്ട് ശ്രമിക്കണം. വചനം എടുത്ത് വചനം വായിച്ച് കർത്താവിൻ്റെ ശക്തിയാൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഏത് തിന്മ കടന്നു വന്നാലും അതിനെ പുറത്താക്കാൻ സാധിക്കണം. അതിന് ദൈവിക ശക്തി, പരിശുദ്ധാത്മശക്തി നമ്മെ സഹായിക്കും. അതിനായിട്ട് പ്രഭാതം നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കർത്താവ് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്ധഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധഛിദ്രമുള്ള ഭവനവും വീണു പോകും. നമ്മുടെ രാജ്യം അന്ധഛിദ്രത്തിലേക്കാണോ കടന്നു പോകുന്നത്? തിന്മയുടെ അതിപ്രസരത്തിലേക്കാണോ കടന്നു പോകുന്നത്? തീർച്ചയായും അങ്ങനെയുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടെങ്കിൽ ആ ഭരണാധികാരികൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അന്ധഛിദ്രമുള്ള അവരുടെ മനസ്സിനെ പരിശുദ്ധാത്മാവിനെ നിറച്ചുകൊണ്ട് ഈ പറയുന്ന അശുദ്ധാത്മാക്കളെ അവരിൽ നിന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഭരണാധികാരികൾ നന്മ ചെയ്യൂ, മക്കൾക്ക് നന്മ നൽകൂ, അതേ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുപോലെ തന്നെ അന്ധഛിദ്രമുള്ള ഭവനവും വീണുപോകും. പല ഭവനങ്ങളും
ഈ പറയുന്ന പിശാചിനാൽ ബാധിക്കപ്പെട്ടതല്ലേ? ആ പിശാചിൻ്റെ ബാധ ഉള്ള വീടുകളാണ് പലപ്പോഴും പ്രശ്നങ്ങളുമായി പലപ്പോഴും വെട്ടിക്കൊലയും കൊലപാതകങ്ങളും പ്രശ്നങ്ങൾ മാത്രമുള്ള എത്രയോ ഭവനങ്ങളാവുള്ളൂ. ആ ഭവനങ്ങളിൽ നിന്നും ഈ പറയുന്ന പിശാചുകളെ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ സാധിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകാൻ, പരിശുദ്ധാത്മ ശക്തിയാൽ നയിക്കപ്പെടാൻ, പിശാചിനെ നമ്മിൽ നിന്ന് ഒഴിവാക്കാൻ, അവനെ അകറ്റി നിർത്താൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിൽ നീ നിറയണമേ. ഏതെങ്കിലും വിധത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റാൻ നീ എന്നെ സഹായിക്കണമേ. എൻ്റെ കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിൽ തിന്മയുടെ അതിപ്രസരണമുണ്ടെങ്കിൽ അത് കർത്താവേ എൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റണമേ. അതുപോലെ തന്നെ ഞാൻ വസിക്കുന്ന ഈ രാജ്യത്ത് ഏതെങ്കിലും തിന്മയുമായിട്ട് കടന്നു പോകുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കർത്താവേ തിന്മയിൽ വിടുതൽ നൽകി അവരെല്ലാം നന്മയിലേക്ക് നയിച്ചുകൊണ്ട് രാജ്യത്തിന് നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയും കൃപയും അവർക്ക് പ്രദാനം ചെയ്യണമേ. നമുക്ക് അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അന്ധഛിദ്രമുള്ള രാജ്യത്തെയും അന്ധഛിദ്രമുള്ള ഭവനത്തെയും കർത്താവായ യേശുവേ നശിപ്പിക്കുകയും അത് വീണ്ടു പോവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ രാജ്യങ്ങൾ കടപുഴകി വീഴുന്നു, എത്രയോ ഭരണാധികാരികൾ തിന്മയിൽ പക്കൽ നിൽക്കുന്നു. അവരെ കടപുഴക്കി വിടേണ്ട കാലഘട്ടമായി കഴിഞ്ഞിരിക്കുന്നു. തിന്മ അതിപ്രസരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ വിടുവിച്ചുകൊണ്ട് നന്മയുടെ ലോകം കെട്ടിപ്പടുക്കുവാൻ ഈ ഞങ്ങളുടെ മക്കളെല്ലാവരെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അതിനായി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ എപ്പോഴും മൗനം വെടിഞ്ഞത് എപ്പോഴാണ്? എന്തെല്ലാം പ്രശ്നങ്ങൾ കുടുംബങ്ങളിലുണ്ടായപ്പോൾ, കനാലിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൽ പ്രശ്നം കടന്നു വന്നപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് അവർക്ക് നന്മ ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ പരിശുദ്ധ അമ്മ മാധ്യസ്ഥ യാചിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ രാജ്യത്തിനും വേണ്ടി നീ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല പുണ്യന്മാരെ, സകല വന്ദകരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായെ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുടെ പൊരി ഞങ്ങളുടെ ജീവിതത്തിൽ നിറച്ചുകൊണ്ട് ആ ദീപം കത്തിജ്വലിപ്പിക്കുവാൻ തോമാസ് ശ്ലീഹായെ വിശ്വാസ തീക്ഷ്ണത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല അപ്പസ്തോലന്മാരെ, പ്രത്യേകിച്ച് പത്രോസ് ശ്ലീഹായെ, പൗലോസ് ശ്ലീഹായെ, യോഹന്നാനെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരായ ഞങ്ങളുടെ എല്ലാ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വൃന്ദം മാലഹമാരെ, അപ്പസ്തോല ഗണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മുഖ്യദൂതന്മാരായ മിഖായേല്, ഗബ്രിയേല്, റഫായേല് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെപ്പോഴും കാത്തു പരിപാലിക്കുവാൻ ഞങ്ങളുടെ കൂടെയുള്ള കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണസാഗര ദൈവസുതാ, അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. ദിവ്യഗാത്രത്തിലേറ്റ മുറിവുകൾ എന്റെ പാപങ്ങൾ ഹേതുവാലേ, എന്റെ പാപങ്ങൾ ഹേതുവാലേ. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. കനിവു കാട്ടുന്നു നാഥ നീയെന്നും, നിന്നെ ഞാൻ മറക്കുന്ന നേരവും, നിന്നെ ഞാൻ മറക്കുന്ന നേരവും. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ യേശുവേ, അപ്പസ്തോലന്മാരിലൂടെ കൈവപ്പിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് വൈദ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആശീർവാദം ഞങ്ങളിതാ എല്ലാവർക്കുമായിട്ട് നൽകുകയാണ്. നീയാണ് ഞങ്ങളെ ആശീർവദിക്കുന്നത്, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കുകയും പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ ആശീർവാദം അത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുവാനായിട്ട്, നമുക്ക് ലഭിക്കുന്ന കൃപ മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായെയും കർദിനാൾ തിരുസംഘത്തെയും പുതിയതായിട്ട് ഇപ്പോൾ കടന്നു വരുന്ന 21 കർദിനാളുമാരെയും അതുപോലെ തന്നെ മെത്രാപ്പൊലിത്തമാരെയും മെത്രാന്മാരെയും ഉപരോധം സ്വീകരിക്കുന്ന എല്ലാ പുരോഹിതരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
അവരുടെ വിശുദ്ധമായ കരങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ആശീർവാദം കർത്താവായ യേശുവേ ഞങ്ങൾക്കായി നൽകണമേ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ആയിരിക്കാം. കർത്താവെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, പ്രഭാത വിരുന്ന് എന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നതാണ്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, നിങ്ങൾക്ക് കൂടുതൽ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നതാണ്. ഈ പ്രഭാതത്തിൽ മറ്റുള്ളവരെയും ഈ പ്രഭാത വിരുന്ന് എന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. തീർച്ചയായും അവർ കടന്നു വരും, അവർക്കും അതിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം പേര് കണ്ടവരെല്ലാം പറയാറുണ്ട്, കർത്താവിൻ്റെ കൃപ ഈ പ്രഭാതത്തിൽ ലഭിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മരിയൻ കൂടാരത്തിലിരുന്ന് വളരെയധികം പേര് മധ്യസ്ഥം അയച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാമ്മയുടെ സന്നിധിയിലിരുന്ന്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഇതിനെ സഹായിക്കുന്ന, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്. അവരെയും ഓർത്ത്, അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ആ അനുഗ്രഹം തീർച്ചയായും എല്ലാവരിലേക്കും എത്തിക്കുവാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രഭാതം കർത്താവ് നിങ്ങൾക്ക് നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി.